ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കപ്പെട്ടാൽ കേൾക്കുന്ന ദൂരത്ത് ഈ പള്ളി പരിസരത്ത് ജീവിക്കുന്ന താമസിക്കുന്ന ആളുകളൊക്കെ ഒന്ന് കൈപൊക്കി സദസ്സിൽ ഈ പള്ളിൻ്റെ ചുറ്റുഭാഗത്തുള്ളവർ ഈ പൊക്കിയവരൊക്കെ സുബഹി നിസ്കാരത്തിന് ഇവിടെ പള്ളിയിൽ വേണം. അല്ലാണ്ട് വെറും പൊക്കലല്ല. അല്ല, വലിയ മിനാരുള്ള പള്ളി ലഡു ഒക്കെ കൊടുത്ത് സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പിന്നീട് ഖേദമായി പോവാതിരിക്കണം. ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദിന. പള്ളിയുടെ പക്കത്ത് ജീവിക്കുന്നവർക്ക് പള്ളിയിലല്ലാതെ നിസ്കാരമില്ല. ലാ സ്വലാത്ത ഇല്ലാ ബിഫാത്തിഹത്തിൽ കിതാബ് എന്നൊരു ഹദീസ് ഉണ്ട്. ഫാത്തിഹ ഓതാതെ നിസ്കാരമില്ല. അതുപോലുള്ളൊരു പ്രയോഗം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചത്. സഹീഹാവുല എന്നല്ല. ലഖദ് ഹമംതു അൻ ആമുറ ബിഹതബിൻ സുമ്മ ആമുറ റജുലൻ സുമ്മ ഉഖാലിഫ ഇലാ റിജാലിൻ. ഒരു ഹദീസാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഉദ്ദേശിച്ചു പോയി, ഞാൻ ആഗ്രഹിച്ചു, കരുതി. നല്ല ഉണങ്ങിയ വിറക് ശേഖരിച്ചു കൊണ്ടുവരാൻ ഒരാളോട് കൽപ്പിക്കുകയും നല്ല ഉണങ്ങിയ വിറക് ശേഖരിച്ചു കൊണ്ടുവരപ്പെടുകയും ചെയ്യുക. നല്ല 2 കെട്ട് വിറക്. പിന്നീട് ഞാൻ ഒരാളെ വിളിച്ച് പള്ളിയിൽ ഇമാമത്തിന് നേതൃത്വം നൽകാൻ ഒരാളെ ഏൽപ്പിക്കുക. റസൂലുള്ളാഹിന്റെ പണിയാണ്. എന്നിട്ട് പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോൾ വീട്ടിലിരിക്കുന്ന പുരുഷന്മാരുള്ള വീട് ലക്ഷ്യം വെച്ച് ഞാൻ പോവുക. അവരെ വീട്ടിലിട്ട് കത്തിച്ചാള്, അവരെ വീടുകളിലിട്ട് തീ കൊളുത്തുക, എന്നിട്ട് കത്തിച്ചു കളയുക. ജമാഅത്തിന് വരാത്ത ആളുകളെ, വീടുകളിൽ ഇരിക്കുന്ന പുരുഷന്മാരെ. മറ്റൊരു ഹദീസിലുള്ളത് ലൗലൻ നിസാ, പെണ്ണുങ്ങളും കുട്ടികളും വീട്ടിലില്ലായിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ഇതെന്തിന് പറഞ്ഞു എന്ന് വെച്ചാൽ ജമാഅത്താക്കാൻ വേണ്ടി. ഒരു 19 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ കസാലയിൽ ഇരുന്ന് നിസ്കരിക്കുന്നു. നിസ്കാരം കഴിയോളം ഞാൻ കാത്തിരുന്നു. അവനോട് ചോദിച്ചു, നിസ്കാരം സലാം വീട്ടപ്പോൾ എനിക്ക് എന്തേന്ന് ചോദിച്ചു. ചിലപ്പോഴും സുജൂദിൽ കാട്ട് പോണേരെ കാലിനൊരു വേദന. ചിലപ്പോഴേ സുജൂദിൽക്ക് പോകുന്നേരം ഇപ്പോഴേ കസാലയിൽ നിൽക്കുക സഹിയാവില്ല. കസേരയിൽ ഇരുന്ന് നിസ്കരിക്കണമെങ്കിൽ, നിസ്കാരം സഹീഹാവണമെങ്കിൽ എന്തെല്ലാം നിബന്ധന ഉണ്ട്. വീട്ടിൽ നിന്ന് മണിക്കൂറുകളോളം നടന്നു വന്ന്, അല്ലെങ്കിൽ ഹൗലിന്റെ അടുത്തോ റോഡിലോ മണിക്കൂറുകളോളം നിന്ന് വർത്തമാനം പറയുന്നവർ പള്ളിയിൽ കയറിയാൽ ഇരിക്കണം. അവർക്ക് കസാര വേണം. ഇപ്പൊ തന്നെ കസാര 2 ജാതിയാ, VIP, VVIP. എന്ത് കസാല ഉണ്ട്? VIP കസാല. അതന്നെ ഇപ്പൊ ഇതുവരെ അത് പിന്നെ സഫിന് നേരിടണോ അല്ലെങ്കിൽ മുന്നോട്ടിടണോ ഇപ്പോഴും തീരുമാനമായില്ല. കളിക്കപ്പോ അല്ലേ? അപ്പൊ ഏതായാലും പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരു സഹാബിയാണ് ഇലാ ഹദ്റത്തി റസൂലില്ലാഹി. ആ സഹാബി ഹബീബായ മുത്തനബിയോട് ജമാഅത്തിന് വരാൻ കഴിയാത്തതിനുള്ള കാരണങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരേ,
ഞാൻ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത മനുഷ്യനാണ്. വലൈസ ലീ ഖായിദുൻ യഖൂദു ബി ഇലൽ മസ്ജിദ്, എന്റെ കൈ പിടിച്ചൊന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോവാൻ എനിക്ക് സഹായികളും ഇല്ല നബിയേ. രണ്ട് കണ്ണിനും കാഴ്ചയില്ല. ലൈസ ലീ ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് എന്നെ ഒന്ന് കൈപിടിച്ചെത്തിക്കാൻ എനിക്ക് മക്കളില്ല, സഹായികളില്ല, സഹായത്തിന് കൂലിക്ക് വിളിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. അഫ ഉസല്ലി ഫീ ബൈതി, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചോട്ടെ നബിയേ. ആരോട്? ഒരു കാരണം രണ്ട് കണ്ണിനും കാഴ്ചയില്ല എന്നൊരു കാരണം. കാഴ്ചയില്ലെങ്കിലും ഞാൻ അവിടെ പോകുമായിരുന്നു, പക്ഷെ എന്നെ കൈപിടിച്ചൊന്ന് അവിടെ എത്തിക്കാൻ ആളില്ല. മൂന്നാമത്തെ കാരണം മിന്നൽ മദീനത്തുൽ കസീറുസ് സിമാഇ വൽ ഹവാം, എങ്കിലും വടിയോ മറ്റോ കുത്തിപ്പിടിച്ചുകൊണ്ട് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് സ്ഥലം പരതിയിട്ട് ഞാൻ പള്ളിയിൽ എത്തുമായിരുന്നു. പക്ഷേ ഇന്നൽ മദീന ലകസീറുസ് സിബാഇ വൽ ഹവാം, വന്യമൃഗങ്ങളും ഇഴജന്തുക്കളും കൂടുതലുള്ള സ്ഥലമാണ് നബിയെ മദീന. അന്നത്തെ മദീനയാണ്. സിംഹങ്ങളുണ്ടവിടെ, പുലികളുണ്ടവിടെ, കടുവകളുണ്ടവിടെ, മൂർഖൻ പാമ്പുകളുണ്ടവിടെ. കണ്ണില്ലാത്ത ഞാൻ അതിന്റെ മുമ്പിൽ പെട്ടുപോയാൽ, ഒരു മൂർഖനെ ചവിട്ടിപ്പോയാൽ എന്റെ ജീവൻ പോലും നഷ്ടത്തിലാകുമല്ലോ നബിയെ. ആ മനുഷ്യനുള്ള കാരണങ്ങളാ പറഞ്ഞത്. പുറത്തിറങ്ങിക്കൂടെ നബിയെ. ഇപ്പോഴതാ മണ്ണാർക്കാട്ട് പുറത്തിറങ്ങിക്കൂടെ, പുലിനെ കണ്ടു എന്നാ പറയുന്നത്. പുലിനെ കണ്ടിട്ടേ ഉള്ളു ആരോ ഒന്ന്, അല്ലേ? ആരോ ഒന്ന് കണ്ടിട്ടേ ഉള്ളു, ആരും ഇറങ്ങുന്നില്ല. ഇത് സാധാരണ പുലികളും ഇഴജന്തുക്കളും ഉള്ള സ്ഥലമാണ്. എനിക്കാണോ രണ്ട് കണ്ണിനും കാഴ്ചയില്ല, എനിക്കാണെങ്കിൽ സഹായിക്കാൻ ആരുമില്ല. ഈ കാരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചൂടെ നബിയേ? റസൂലുള്ള പറഞ്ഞു, നഅം, നിനക്ക് വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ. ഇങ്ങോട്ട് ശ്രദ്ധിക്കേ. ഫലമ്മാ വല്ല, ആ മനുഷ്യൻ ഹബീബായ റസൂലുള്ളാഹിന്റെ മറുപടി കേട്ട് വീട്ടിൽ നിന്ന് നിസ്കരിക്കാനുള്ള അനുവാദം കിട്ടി തിരിഞ്ഞു നടന്നപ്പോൾ, നാദാ, ഹബീബായ മുത്തുനബി ആ മനുഷ്യനെ തിരിച്ചു വിളിച്ചിട്ട് ചോദിച്ചു, അവ തസ്മഉല്ലദാൻ, ഈ പള്ളിയിൽ നിന്ന് വിളിക്കുന്ന ബാങ്ക് നീ കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഫഖാല നഅം യാ റസൂലല്ലാഹ്, അതെ ഞാൻ കേൾക്കാറുണ്ട് നബിയേ എന്ന് പറഞ്ഞു. ഹബീബായ മുത്തുനബി പറഞ്ഞു, ഫഅജിബ്, എങ്കിൽ ഹയ്യ അലസ്സലാഹ് എന്ന വിളി നീ കേൾക്കുന്നുണ്ടെങ്കിൽ ആ നിസ്കാരത്തിന് നീ ഹാജരായേ പറ്റൂ. ഇതൊന്നും കാരണങ്ങളല്ല. എന്താ കാരണം? അടുത്ത വോട്ടിന് MLA വരുന്നേരം ഇവിടെ ഡേറ്റ് ഇല്ലാത്തതിനുള്ള കുറ്റം. നല്ല ധാരട്ട റോഡ്, സെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്ന വാഹനങ്ങൾ, ഓരോ കാലിന്മേലും ലൈറ്റുകൾ, എന്തെല്ലാം സൗകര്യങ്ങളാണ്. പള്ളിയിൽ വന്നാൽ അതിനേക്കാൾ സൗകര്യം. ആ സൗകര്യങ്ങളൊക്കെ വെച്ച് ഖിയാമത്ത് നാളിന്റെ അടയാളമായി ഹബീബായ മുത്തുനബി എണ്ണിയതും അതന്നെ. മസാജിദുഹും ആമിറ വഹുവ ഖറാബുൻ അനിൽ ഹുദാ, പള്ളികൾ മനോഹരമായിരിക്കും. ഇവിടെയും മനോഹരമായ പള്ളിയായി, പക്ഷേ ഖറാബുൻ അനിൽ ഹുദാ, നിസ്കരിക്കാൻ ആളില്ല, ഇഅ്തികാഫിന് ആളില്ല, ഹദ്ദാദിന് ആളില്ല, ഖുർആൻ ഓതാൻ ആളില്ല. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ആ ഖിയാമത്ത് നാളിന്റെ അടയാളമായ പള്ളിയായിട്ട് ഈ പള്ളിനെ അല്ലാഹു ആക്കാതിരിക്കട്ടെ. എന്താ ആമീൻ പറയുന്നത്? ഉറക്കം പറയുക, ആക്കാതിരിക്കട്ടെ. അത് ഇതിന്റെ അടുത്തുള്ളവർ ആമീൻ പറയേണ്ടത്. എവിടെ ഉള്ളവർ ഉറക്കം ആമീൻ പറഞ്ഞു. ഇതിന്റെ അടുത്തുള്ളവർ പറഞ്ഞിട്ട് ഇവിടെ നിസ്കരിക്കാൻ ആള് വേണം, ജമാഅത്തിന് ആള് വേണം, പരിശുദ്ധ ഖുർആൻ നല്ലത് കൊണ്ടുവന്ന് വെക്കണം, എന്നിട്ട് ഖുർആൻ ഓതുന്ന ആളുകൾ വേണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പം ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല, പ്രസംഗിക്കാൻ ഉസ്താദുണ്ട്.
പള്ളിയെ ഇമാറത്ത് ചെയ്യേണ്ടത് ആരാന്ന് ഖുർആനിലുണ്ട്. ചുരുക്കി പറയാം, മൻ ആമന ബില്ലാഹ്, നല്ല വിശ്വാസമുള്ളവരാണ് പള്ളിയുടെ കമ്മിറ്റിയിലൊക്കെ ഉണ്ടാവേണ്ടത്. ഇന്നമയഴുമുറു മസാജിദ് എന്ന പള്ളിയെ ഇമാറത്ത് ചെയ്യാൻ പരിപാലിക്കേണ്ടത്, അത് കൊണ്ടു നടക്കേണ്ടവർക്ക് 5 സ്വഭാവം ഉണ്ടാവണം. ഞാൻ പറയല്ല, പള്ളിയുടെ നാഥനായ അള്ളാഹു പറയാ, തൗബ സൂറത്തുള്ളതാണ്. 1 മൻ ആമന ബില്ലാഹ്, അചഞ്ചലമായ വിശ്വാസമുള്ളവനാവണം. ഈ സംശയക്കാരൊന്നും അതുണ്ടോ അതുണ്ടോ അതെല്ലാം പറ്റൂലേ, അതൊക്കെ ഓലൊന്നും ഇതിൻ്റെ വയ്യേക്ക് എടുക്കണ്ട, ഓലൊക്കെ പുരയിൽ നടത്തുക നല്ലത്. രണ്ടാമത്തെ 1 മൻ ആമന ബില്ലാഹ്, 2 വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിൽ വിശ്വാസം ഉണ്ടാവണം. അതെന്തിനാന്ന് ഞാൻ അടുത്തേക്ക് പറയാം. അന്ത്യനാളിൽ വിശ്വസിക്കുന്നവനാവണം. അള്ളയും അന്ത്യനാളും പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിലുള്ള വിശ്വസിക്കണമെന്നാണ്. എന്നാൽ ഈമാൻകാരി ആരിലും വിശ്വാസം ഉണ്ടാവണം. മൂന്നാമത്തേത് വാഖാമസ്സല, കൃത്യമായി നിസ്കാരം അദാ ആയി കഴിയേണ്ടതും ജമാഅത്തായി നിസ്കരിക്കുന്നവരാവണം പള്ളി കമ്മിറ്റിയിൽ വരുന്നവർ. അല്ലാത്തവർ രാജിച്ച് പോകണമെന്ന് ഞാൻ പറയുന്നില്ല, ഒന്ന് നിൽക്കാൻ തുടങ്ങിച്ചാൽ മതി. രാജിച്ച് പോകാനല്ലാറുണ്ട്, ഒരു തുടങ്ങിയാൽ മതിയല്ലോ. ഇപ്പം വാഖാമസ്സലാത്തയാണ്. നാലാമത്തെ ഭയങ്കര രസമാണ്, സക്കാത്ത് കൊടുക്കുന്നപോലെ ഈ പണിക്ക് നിൽക്കാവുന്ന. അതെന്താ അങ്ങനെ പറഞ്ഞത്? സക്കാത്ത് എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ സാമ്പത്തിക, ഈ സാമ്പത്തിക വിശുദ്ധിയുള്ളവർക്ക് ഈ പണി പറ്റുന്ന. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, റിസീവറാവും. പ്രസിഡന്റിന്റെ കയ്യിൽ ചിലപ്പോൾ ഒരാൾ 2000 റുപ്യ കൊടുക്കും. എന്നാൽ പള്ളിക്ക് ഏതായാലും ഉദ്ഘാടനം കഴിഞ്ഞാലേ മൂപ്പർ റസീറ്റ് അതിന് ഒരു 0 കുറച്ചാൽ മതി, എന്നാൽ 1800 റുപ്യ കിട്ടും, 200 റുപ്യ പള്ളിക്ക് കിട്ടും. അപ്പം സാമ്പത്തിക വിശുദ്ധിയുള്ളവരെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ, ഒരാളെ കയ്യിൽ നിശ്ചിത സംഖ്യ ഉണ്ടെങ്കിൽ ഒരു വർഷം പൂർണ്ണമായി സൂക്ഷിച്ചാൽ നാട്ടിലുള്ള പാവപ്പെട്ടവരെ കണ്ടുപിടിച്ച് അവരെ വീട്ടിലെത്തിക്കാൻ 2%. അത് കൃത്യമായി നിർവഹിക്കുന്നവരെ പള്ളി കമ്മിറ്റി പറ്റുമെന്ന് പറഞ്ഞാൽ, സ്വന്തം സാമ്പത്തിക വിശുദ്ധിയുള്ളവരെ പള്ളിന്റെ കാര്യം സൂക്ഷിക്കൂ. അതെന്നാണ് യൗമുൽ ആഖിറും ഖിയാമത്ത് നാളിൽ വിശ്വാസം ഉണ്ടെങ്കിലേ ഈ കണ്ടുക്കൂ. ചിലയിടത്തൊക്കെ കച്ചറുണ്ടായാലും പള്ളിയിലെ പൈസ കച്ചവടത്തിനടുത്ത് ഓൻ്റെ പുരയെ കൊണ്ടുപോയി, അതൊന്നും പള്ളിയിലുണ്ടാവൂല. ഇപ്പൊ വാഖാമസ്സലാത്ത് ആവണം, സക്കാത്ത് ആവണം. അഞ്ചാമത്തത് വലം യഖ്ശ ഇല്ലല്ലാഹ്, ആരെയും ഈ വിഷയത്തിൽ പേടിക്കരുത്, അള്ളാഹിനെ മാത്രമേ പേടിക്കാവൂ. ഓനോട് എന്താ പറഞ്ഞാൽ ഓനെന്തോ ചെയ്തുവിടോ, ഓൻ പരസ്യം തരാണ്ടെന്നൂടോ, അതൊക്കെ തരാണ്ടെന്ന നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ പഠിച്ച റബ്ബിന്റെ പള്ളി, ഓനങ്ങ് നടത്തും. അപ്പം ആരെയും ഈ വിഷയത്തിന് പേടിക്കേണ്ടതില്ല. ഈ 5 സ്വഭാവമാണ് കമ്മിറ്റിയിലുള്ള പള്ളി പരിപാലിക്കുന്ന ആളുകൾക്ക് വേണ്ടത് എന്ന് ഖുർആനിലുണ്ട്. അതിന്റെ വിശദീകരണമൊക്കെ ഉസ്താദ് നടത്തും. ഏതായാലും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. മനോഹരമായ ഈ പള്ളി എന്ന് ബാക്കിയുള്ള സ്ഥലവും വഖഫ് ചെയ്യപ്പെട്ടു. പള്ളിയിലേക്ക് കഴിയുന്നതും പള്ളി ജമാഅത്തിന് വരുന്നവർക്ക് ഏറ്റവും വലിയ കൂലി കിട്ടുക വീട്ടിൽ നിന്ന് ഉതിർത്ത് വന്നാലാണ്. വീട്ടിൽ നിന്ന് ഉതിർത്ത് വന്നാൽ ഒരു കാലടി വെച്ചാൽ ഒരു ദോഷം പൊറുക്കും, ഒരു ഹസനത്ത് എഴുതപ്പെടും, ഒരു ദറജ ഉയർത്തപ്പെടും. സാധാരണ പള്ളിയിൽ ഒരു വെടിക്ക് 2 പശ, ഇത് ഒരു വെടിക്ക് 3 പശ ഇട്ടു. അത് കൊണ്ടുവന്ന് പള്ളിയിൽ ചെരുപ്പൊക്കെ അയച്ചാടെ വെച്ച് പള്ളിൻ്റെ വാതിലിൻ്റെ അടുത്ത് അവിടെ എത്തിയാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് വലത്തെ കാലെടുത്ത് ഇങ്ങനെ മുന്നോട്ട് വെക്കുക. ബിസ്മില്ലാഹി, ആദ്യം ബിസ്മില്ല ചൊല്ലണം പള്ളി കിടക്കുമ്പോൾ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്, നബി തങ്ങളുടെ മേൽ സലാത്തും സലാമും ചൊല്ലണം. എന്നിട്ട് അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക് എന്നുള്ള ആ ദിക്റും ചൊല്ലി പള്ളിയിൽ അങ്ങ് കയറുക. നവൈതുൽ ഇത്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല, ഇത്തികാഫിനെ കരുതുക. 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കുക. എന്നിട്ട് നമ്മൾ പണിയെടുക്കുക. പള്ളിയിൽ നിന്ന് പുറത്ത് വരുന്ന നേരം ഇടത്തെ കാല് മുന്നോട്ട് വെക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക് എന്നുള്ള ദിക്ർ ചൊല്ലുക. എന്നിട്ടേ പുറത്തിറങ്ങാവൂ. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. ഓരോ പ്രാവശ്യം വരുമ്പോഴും അതിൻ്റെതായ മഹത്തായ പ്രതിഫലങ്ങൾ കിട്ടണം. അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ഈ പള്ളി തുടക്കം മുതൽ ഈ അവസാനം വരെ ഇതിനു വേണ്ടി അധ്വാനിച്ചവർ, ഇതിനു വേണ്ടി ഓടി നടന്നവർ, ഇതിന് സഹായിച്ചവർ, സഹകരിച്ചവർ, ഒരു വാക്കുകൊണ്ടെങ്കിലും സഹായം നൽകിയവർ, മനസ്സുകൊണ്ടെങ്കിലും സഹായം നൽകിയവർ, സാമ്പത്തികമായി സഹായിച്ചവർ, ഉപദേശങ്ങളെ കൊണ്ട് സഹായിച്ചവർ, എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വേണ്ടിയുള്ളൊരു പള്ളിയാകുമ്പോൾ സ്വർഗത്തിലൊരു വീടെന്ന ആ വീട് ഇതിനെ സഹായിച്ച മുഴുവൻ ആളുകൾക്കും കിട്ടണം.
അത് സഹീഹാണെങ്കിൽ നല്ല നിയ്യത്തോടു കൂടിയാകുമ്പോൾ അത് കിട്ടുകയും ചെയ്യും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മുടെ പള്ളിയെയും ആ പള്ളിയുടെ സഹായങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.